ഞാൻ മിസ്സാണ്. അപ്പൊ മക്കളൊക്കെ 5ാം ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പഠിച്ചു വരികയായിരിക്കും. ഓണം എക്സാം ഒക്കെ എടുത്തു. അപ്പൊ ഏതെങ്കിലും മക്കൾ നമ്മൾ എജുപോർട്ടിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് നമ്മളെ ക്ലാസ് കിട്ടുന്നതായിരിക്കും. അടിപൊളിയായിട്ടുള്ള ക്ലാസ് ഇവിടെ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞാൽ മിസ്സിനോട് കാര്യം പറയാനുണ്ട്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ഞങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി എക്സാമിന്റെ കാലമാണ്. ഇങ്ങനെ ചെറിയ വീഡിയോസ് ഒക്കെ ആയിട്ട് ക്യാപ്സ്യൂൾ രൂപത്തിലാക്കിയിട്ട് ഓരോ മാർക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരികയാണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമുക്കൊരു വാട്സപ്പ് ചാനലുണ്ട്. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ വാട്സപ്പ് ചാനലിലും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്കും വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. അവിടെ എല്ലാ ലൈവും അതുപോലെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി മിസ് ഒരു 2 മിനിറ്റ് കൊണ്ട് 1 മാർക്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാൻ പോവാണ്. നമ്മളെ ഫുഡ് ആൻഡ് ഹ്യൂമൻ എന്നുള്ള ചാപ്റ്ററിലേടാ സോഷ്യൽ സയൻസിലെ 2nd ചാപ്റ്റർ അല്ലേ, മനുഷ്യരും ഭക്ഷണവും അല്ലേ, സോഷ്യൽ സയൻസിലെ 2nd ചാപ്റ്റർ. ഇതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മിശ്രഭോജനം അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. ആ മിശ്രഭോജനം കൊണ്ടുവന്ന ആരാ? സഹോദരൻ അയ്യപ്പൻ അല്ലേ, സഹോദരൻ അയ്യപ്പൻ. എന്താണ് ഈ മിശ്രഭോജനം? ഓക്കെ, ഈ 2 പേരുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്, സഹോദരൻ അയ്യപ്പൻ, മിശ്രഭോജനം. ഇനി എന്താന്ന് മിസ് പറഞ്ഞുതരാം. അതായത് പണ്ട് കാലങ്ങളിൽ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു അല്ലേ. എന്താ, വലിയ ജാതിക്കാര്, ചെറിയ ജാതിക്കാര് അല്ലേ, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇവര് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാടില്ലായിരുന്നു. അപ്പൊ അതിനെതിരെ നമ്മളെ സഹോദരൻ അയ്യപ്പൻ ഒരു സമരം കൊണ്ടുവന്നു. അതായത് അതിനെതിരെ ഫൈറ്റ് ചെയ്ത ഒരാളാണ് നമ്മുടെ സഹോദരൻ അയ്യപ്പൻ. ആ ഒരു ഫൈറ്റിനെ ആണ് നമ്മൾ മിശ്രഭോജനം എന്നറിയപ്പെടുന്നത്. മിശ്രഭോജനം എന്ന് പറഞ്ഞാൽ എന്താ, മിക്സഡ് ആയിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് എന്ത് ചെയ്തു? ആഹാരം കഴിച്ചു. അവരെന്ത് ചെയ്യരുത് പറഞ്ഞു? നമ്മളത് ചെയ്ത് കാണിച്ചു കൊടുത്തു. നമ്മളെ സഹോദരൻ അയ്യപ്പൻ എന്ത് ചെയ്തു? ഇവര് അത് ചെയ്ത് കാണിച്ചു കൊടുത്തു. എവിടെ വെച്ചിട്ടായിരുന്നു? അതായത് നോക്കിക്കോടാ, 1970 മെയ് 1917 29 മെയ്, അതായത് മെയ് 29 1917 സഹോദരൻ അയ്യപ്പനാണ് ഇത് ലീഡ് ചെയ്തത്. എന്തായിരുന്നു പേര്? മിശ്രഭോജനമായിരുന്നു. എവിടെ വെച്ചിട്ടാ? എറണാകുളം. ഓക്കെ, എറണാകുളം ചേറായി എറണാകുളത്തിലെ ചേറായിൽ വെച്ചിട്ട് അവർ ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്തു? ഒരു പന്തിയിലിരുന്നു ആഹാരം കഴിച്ചു. ഇതിനാണ് നമ്മൾ മിശ്രഭോജനം അല്ലെങ്കിൽ എന്താ പറയാ, മിശ്രഭോജനം. ഇത് ആര് കൊണ്ടുവന്നാണ്? യെസ്, സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. മിശ്രഭോജനം, സഹോദരൻ അയ്യപ്പൻ. ഈ 2 വാക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതാണ് നമ്മളോട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ആയിട്ട് 1 വേർഡ് ആയിട്ടും ചോദിക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? മിശ്രഭോജനം കൊണ്ടുവന്നത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ കൊണ്ടുവന്ന എന്താണ്? മിശ്രഭോജനം. എവിടെയാണ് നടന്നത്? യെസ്, എറണാകുളത്തെ ചേറായിൽ. എപ്പോഴായിരുന്നു? 1917 1917 മെയ് 29 അല്ലേ. ഓക്കെ, ഇത്രയും ഒന്ന് എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടിപൊളിയായിട്ട് എൻ്റെ മക്കൾ എക്സാമിന് പഠിക്കണം. നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങൾക്ക് നമ്മുടെ എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ചാനലിന്റെയും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. ക്ലിക്ക് ചെയ്യുക. വേഗം തന്നെ പോന്നോളൂ കേട്ടോ. ഓക്കെ, ബൈ.